ഈ ഇലക്ഷൻ തുടങ്ങുന്ന 2024 ഏപ്രിൽ മാസം 17-ന് 2 ദിവസം മുമ്പ്, അതായത് ഏപ്രിൽ 17-ാം തീയതി ഞാനൊരു ദർശനം കാണുന്നത്, കരുത്തുറ്റ 2 കരങ്ങൾ ഒരു വെളുത്ത മുണ്ട് നനച്ചതിന് ശേഷം ഇങ്ങനെ മുറുകെ പിഴിയുകയാണ്. 2 കരങ്ങളും ഈ മുണ്ടിനെ 2 അറ്റവും പിടിച്ചിട്ട് ശക്തിയോടെ പിഴിയുകയാണ്. ആ മുണ്ടിന്റെ മധ്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയുടെ മുഖം വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടു. വളരെ വലിയ പിക്ചറായിട്ട് ഞാൻ കണ്ടു. ഒരു സ്വരം ഞാൻ കേട്ടു, ഇവനെ ഇതുപോലെ പിഴി. അപ്പോൾ നോക്ക് പ്രിയരെ, അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ആ നല്ല കാലങ്ങളൊക്കെ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഇനി വരുവാനിരിക്കുന്ന കാലങ്ങൾ, അദ്ദേഹം ഭരണത്തിൽ വന്നാലും ഇല്ലെങ്കിലും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെയും ദുഃഖത്തിൽ കൂടെയും അപമാനത്തിൽ കൂടെയും നിന്ദയിലൊക്കെ കൂടെ കടന്നു പോകുന്ന അസാധാരണമായിരിക്കുന്ന വിഷമസന്ധിയിൽ കൂടെയാണ് താൻ ഇനി കടന്നു പോകാൻ പോകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം പണ്ട് നെബുക്കദ്നേസർ എന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ബാബേൽ രാജ്യത്തെ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് ദൈവം സകലവിധമായിരിക്കുന്ന രാജ്യഭാരങ്ങളും ഭരണങ്ങളും കൊടുത്തിരുന്നു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം താൻ നേടിയ എല്ലാവിധമായിരിക്കുന്ന പ്രൗഢികളെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഹൃദയത്തിൽ പറയുവാനിടയായി. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. താനേക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ മഹത്വത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് പണിഞ്ഞതാണ്, എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാൻ നേടിയതാണെന്ന് അദ്ദേഹം തൻ്റെ ഇങ്ങനെ പറയുവാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇതെല്ലാം നേടിയത് തൻ്റേതായിരിക്കുന്ന ശക്തി കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അപ്പോഴെന്താണ്, ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായിരുന്നാൽ, നെബുക്കദ്നേസർ രാജാവേ, നിന്നോടിത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടിയായിരിക്കും, നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. നോക്ക് പ്രിയരെ, ഈ നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടിയാലും ഒരുവനെ രാജ്യഭരണത്തിലാക്കുന്നത് കർത്താവ്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഒരുവനെ ഉയർത്തി രാജാവാക്കി നിർത്തുന്നത്. എന്നാൽ ഇതെല്ലാം തൻ്റെ ഭുജമഹാത്മ്യം കൊണ്ടാണ് നേടിയതെന്ന് താൻ ഉന്നത ഭാവത്തിലേക്ക് വരുമ്പോൾ ദൈവം അവനെ താഴ്ത്തും. കാരണം മഹത്വം ദൈവത്തിന് യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണ്. ആകയാൽ വരും കാലങ്ങളിൽ ഈ പ്രവചനം ഒരാളെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഓർക്കും, ഇത് സത്യമാണ്. അദ്ദേഹത്തിന്റെ ഇനി കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടി നിരാശയിൽ കൂടെ കടന്നു പോകുന്ന, തന്റെ രാജ്യത്വം താഴ്ന്നു പോകുന്ന ഒരു അനുഭവം നമുക്ക് വരും ദിവസങ്ങളിൽ കാണുവാൻ കഴിയും.